ലോകത്തിൻ കഥയറിയാതെ ബിഗ് ബോസ്, ലോകത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ വീഴുന്നത് ആരാരോ, താണ്ടുന്നത് ആരാണോ. ഏകാന്തത പാടി ജയിക്കാൻ പാടില്ലല്ലോ അല്ലേ. ലോകത്തിൻ കഥയറിയാതെ, ലോകത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ വാഴുന്നത് ആരാരോ, വീഴുന്നത് ആരാരോ. ഏകാന്തത താണ്ടി ജയിക്കാൻ ആരാരോ. ബിഗ് ബോസ്. ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ടേൽസ് ഓഫ് ഷാരുവിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം ഏകദേശം കഴിയാനായി. പിന്നെ ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലെ എത്താനായിരുന്നു. അപ്പം ഞാൻ വെറുതെ വിചാരിച്ചു, ഞാനിങ്ങനെ വെറുതെ എന്താ പറയുക, ടോപ്പ് 5 പ്രഡിക്ഷൻ പറയാമെന്ന്. എന്തായാലും 10 പേര് ആയല്ലോ, ഇനി 10-ൽ ഒരു 5 ആളല്ലേ ടോപ്പ് 5-ൽ വരുള്ളൂ. അപ്പോൾ അത് വെറുതെ ഞാൻ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞാൻ ആരാണ് ചോദിച്ചത്? അത് ആരോ ആയിക്കോട്ടെ, ഞാൻ വെറുതെ ആരെങ്കിലും കാണണമെങ്കിൽ കാണട്ടടാ. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്ന ടോപ്പ് 5-ൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്ന പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ വെറും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. അപ്പോ വെൽക്കം ടു ടേൽസ് ഓഫ് ഷാരു. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. അതിൻ്റെ അപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസും കോപ്രായങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ വരുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. പിന്നെന്താ മറന്നു എന്തായാലും ആവട്ടെ. അപ്പം എന്തായാലും ഞാൻ കാര്യത്തോട്ട് കിടക്കാം. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ഫിനാലെ ആവാനായി. 16-ാം തീയതി കണ്ടാണല്ലോ ഫിനാലെ. അപ്പോൾ ഇപ്പം ഈ 10 പേരിൽ എനിക്ക് എൻ്റെ വെറും ഗസ്സുകൾ മാത്രമാണ്. എൻ്റെ ഗസ്സിൽ എനിക്ക് തോന്നുന്നത് ടോപ്പ് 1-ലും 2-ലും ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ. ഇതിൽ ആരാവും 1 ആരാവും 2 എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ വെറും ഊഹാപോഹമാണ്. ഒന്നെങ്കിൽ ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ, ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കാവും കപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ടോപ്പ് 5-ൽ ബാക്കി വരാൻ ചാൻസ് ഉള്ളത് സിജോ വരുമെന്നെന്തോ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്. അർജുൻ വരുമെന്നും എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്. ഋഷി വരുമെന്നും എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്. ഇതിപ്പോൾ തെറ്റാണ്ടിരിക്കുക. ഇപ്പം നമ്മളിപ്പോൾ വിചാരിച്ച പോലെ തന്നെ ആയിക്കൊള്ളുന്നില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു വ്യക്തിയായി പോവുക, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മറ്റേ അപ്സരേൻ്റെ വിഷയം ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞാൻ അപ്സര ടോപ്പ് 5-ൽ എത്തുന്നു. ഞാൻ ആദ്യം മുതൽ ബിഗ് ബോസ് ഫസ്റ്റ് ഞാൻ കാണുന്ന അന്ന് മുതൽ ഞാൻ വിചാരിച്ച അപ്സര ടോപ്പ് 5-ൽ എത്തും എന്ന് വിചാരിച്ചൊരു കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ അപ്സര പോയപ്പോൾ ഞാൻ ഞെട്ടി. പിന്നെ അതിൻ്റെ ബാക്കിൽ കുറേ കോൺട്രവേഴ്സീസ് കാര്യങ്ങളെല്ലാവരും പറയുന്നുണ്ട്. എന്തായാലും അതിലോട്ട് ഞാൻ നടക്കുന്നില്ല. അപ്പം ഈ ഒരു 5 ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക, എന്തോ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. എൻ്റെ ഊഹാപോഹങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പം ഞാൻ കാരണങ്ങളൊന്നും നിരത്തുന്നില്ല. കാരണം എൻ്റെ കാരണങ്ങൾ കേൾക്കാനല്ലല്ലോ ആരും ഇരിക്കുന്നത്. ഞാൻ പിന്നെ വെറുതെ ഇനിയിപ്പോൾ എന്തായാലും ഫൈനാലൊക്കെ വരികയല്ലേ, അപ്പം ഞാൻ പിന്നെ എൻ്റെതായ രീതിക്കൊരു പ്രഡിക്ഷൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കണോ പിന്നെ അവൾ എന്തോലത്തേക്ക് പ്രഡിക്ഷൻ പറഞ്ഞത്? ഞാൻ വെറുതെ എൻ്റെ ഒരു മനസ്സിലെത്തിന്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.